എയ്ഡ്സ് പിടിച്ചു മരിച്ച കപ്പ്യാരും പരമകോഴിയായ ഭദ്രാസന സെക്രട്ടറി പാതിരിയും. അരമനയിൽ ഒരു കപ്പ്യാരുണ്ടായിരുന്നു. ഈ അരമനെ കൊണ്ടുവന്ന് വേണ്ടാത്ത രീതിയിൽ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു ഇതെന്തോടെ ഒരു പെണ്ണിനെ കപ്പ്യാര് ജിജി എന്ന് അവന്റെ പേര് ഏഷ്യ പിടി ചത്തുപോയി. മലയാടി പള്ളി മൊത്തം തകർത്തി എബ്രാ ജോസഫച്ചൻ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ അരമന വിട്ടിട്ട് ഈ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. പിന്നെ അരമന മേടിക്കുന്ന അരികളാ ഓരോ പെണ്ണുങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. അരമന മേടിക്കുന്ന അരി ഇതൊന്നും തിരുമേനിക്ക് അറിയത്തില്ല. ഈ അരമനയിൽ ഇതുണ്ട്, അതായത് കമ്പിളി പോലുള്ളത്. അന്ന് ഈ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. വേണ്ട ഇംഗ്ലണ്ടിലോ ആരാണ്ടൊക്കെ അയച്ചു കൊടുത്ത ഈ സംഭവം ഉണ്ട്. ഓരോന്നെടുക്കാം, കിടന്നിട്ട് അതുപോലെ മടക്കി അങ്ങ് വെച്ചാൽ മതി. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് നമ്മുടെ ആവശ്യമില്ല ഭാരത്തെ തൊട്ട് ഞാൻ പറഞ്ഞു എന്ത് കാണിക്കുന്നത്, ഇങ്ങനെ വെച്ചാൽ എന്തോ കാണിക്കുന്നത്. ഓ ഞാനേ കട്ടിലിൽ നിന്ന് വീണു പോയാന്ന്. ഈ തലക്കെട്ട് കാണുമ്പോൾ പലരും ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇത്തരം അവിഞ്ഞ വാർത്തകൾ i2 ന്യൂസ് നൽകുന്നതെന്ന്. പറയാം. അരമനകൾ, മെത്രാന്മാർ, പാതിരികൾ, കപ്പ്യാരന്മാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ശരാശരി ക്രൈസ്തവ മുണ്ണവിശ്വാസിക്ക് അറിയാതെ ഒരു ബഹുമാനം വരും. ഉടുത്തിരിക്കുന്ന മുണ്ട് വരെ പറിച്ച് അവൻ താഴെയിട്ട് ബഹുമാനം കാണിച്ചു കളയും. നമ്മുടെ കർത്താവിമാരെ, വെള്ളയടിച്ച ശവക്കല്ലറകളെ, പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികിണ്ണങ്ങളെ എന്നൊക്കെ അഭിസംബോധന ചെയ്തത് വെറുതെയല്ല. പുറമേ മോടിയുണ്ടെങ്കിലും അകമേ അഴുകിനാറി ദുർഗന്ധം വമിക്കുന്നവരാണ് എന്നതുകൊണ്ടാണ്. മെനകെട്ട അരമനകൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പൊങ്കാലയിടുവാൻ വന്ന മുണ്ണക്കുഞ്ഞാടുകൾ കേൾക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഫോൺ സംഭാഷണം നൽകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ബോംബെ വാഷി അരമനയിൽ ഉണ്ടായിരുന്ന കപ്പ്യാർ എയ്ഡ്സ് വന്ന് മരിച്ച വിവരവും ഭദ്രാസന സെക്രട്ടറി എന്ന കോഴി അരമനയിൽ നിന്ന് അരി മോഷ്ടിച്ച് വീടുകളിലെത്തിച്ച് കോഴിപിടുത്തം നടത്തുന്ന കാര്യവുമൊക്കെ വിവരിക്കുന്നത് മറ്റാരുമല്ല, 6 വർഷക്കാലം ഓർത്തഡോക്സ് സഭയുടെ വാഷി അരമനയിൽ മെത്രാച്ചൻ്റെ ഡ്രൈവറായി സേവനമനുഷ്ഠിച്ച ബിനു കോശിയാണ്. അരമനയിൽ അട്ടിപ്പേറ് കിടന്ന വ്യവസായികളുടെ ഭാര്യമാർ ആരെല്ലാമാണെന്നും ബിനു വിവരിക്കുന്നു. അരമനകൾ സ്വർഗഭോഗികളുടെയും വ്യഭിചാരികളുടെയും കൂത്തരങ്ങാണെന്ന് ഇതിൽ പരം വല്ല തെളിവും വേണോ? ഇനിയും വേണമെന്നുള്ളവർ ഒരു ചെറിയ ഫോൺ ചെയ്താൽ മതി. തെളിവുകളുടെ പെരുമഴയുമായി ഞങ്ങൾ വരുന്നതാണ്. അരമന നിരങ്ങികൾ ജാഗ്രതയിൽ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന പഴഞ്ചൊല്ലിനൊരു ചെറിയ മാറ്റം വരുത്തുവാൻ പോവുകയാണ്. ഡ്രൈവർ കണ്ടാലും ചിലപ്പോൾ അത്താഴം മുടങ്ങാൻ സാധ്യതയുണ്ട്. ബിനു കോശിയുടെ വെളിപ്പെടുത്തലിലേക്ക്. ഞാൻ ബഹറിൽ നിന്നാണ് വിളിക്കുന്നത്. ബിനു എന്ന എൻ്റെ പേര്. സാറേ, ഞാൻ അരമനയിൽ ഒരു 6 വർഷം ജോലി ചെയ്തായിരുന്നു, ബോംബെ അരമനയിൽ. ഞാൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട. ഞാനിവിടെ ഇന്ത്യൻ സ്കൂളിലെ വണ്ടി ഓടിക്കുന്നത്. ഓർത്തഡോക്സിലെ പള്ളിയിലെ ടെമ്പറാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു, അബുദാബിയിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബഹറിൽ വന്നു. ഈ അരമനയിലെ ഓരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാറ് പറയുന്ന 100% ഈ ഓരോ അച്ഛന്മാര് കാണിക്കുന്ന ഒരു തിരുമേനയുടെ കൂടെ ഇത് പോകുമ്പോഴേ തിരുമേനയുടെ കൂടെ ഞാൻ ആ ഡ്രൈവർ ഞാൻ മധുവൈക്കത്ത് കയറിയാണ് കേട്ടോ. കൊച്ചി തിരുമേന എനിക്ക് കൈവപ്പ് തന്നെ. ഇന്ന് ഞാൻ മരത്തില്ല ഗീവർ ഈസ്മാർ കുർല തിരുമേന എനിക്ക് കൈവപ്പ് തന്നെ. അപ്പൊ തിരുമേനയുടെ പോകുമ്പോൾ ചമ്മച്ചന്മാര് കാണും. ഈ സാറ് പറയുന്ന പോലെ എന്തോ ഈ കോതകുറ്റി അംശവടിയെന്ന് അതിന് പറയുന്നേ. ഇതൊക്കെ എടുത്ത് എല്ലാം യാത്ര പോയി കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിൽ എബ്രാം ജോസഫ് എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു. എബ്രാം ജോസഫ് അച്ഛൻ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു. പുള്ളി കാണിച്ചു വിട്ട വിവരത്തിന് ഞാൻ ഈ തിരുമേനയും കൊണ്ട് അന്ന് ആർമത എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ മഹേന്ദ്രയുടെ, അതാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര ആ പള്ളിയിൽ ഈ അച്ഛനാണ് എന്തെല്ലാം ഒപ്പിക്കോ അതെല്ലാം ഒപ്പിച്ചു. അപ്പം ഒരു തിരുമേനി വന്ന് ഒരു കുർബാന നടത്തി ഇതെല്ലാം സോൾവ് ആക്കാന്ന് പറഞ്ഞ് ചെന്നതാ. തിരുമേനിയുടെ വണ്ടി അകത്ത് ഞാൻ കയറ്റിയിട്ടു. പള്ളിക്കകത്ത് മലയാട് പള്ളി ബോംബെ മലയാട് പള്ളിയുടെ കാര്യം പറയുന്നത്. അകത്ത് കയറ്റിയിട്ട് കുർബാന ഒരു പകുതി ആയപ്പോൾ ഒരുത്തം വന്ന് കാറ്റടിച്ചു കൊടുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ചെയ്യരുത്. ഇവനോട് നീ ആരാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വണ്ടി ഓടിച്ചോണ്ട് വന്ന് ഞാൻ എന്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി. ഈ അച്ഛനെ ഇവിടെ ഞാൻ പൊറപ്പിക്കുക. ഞാൻ പറഞ്ഞു അച്ഛനെയല്ല, ഞാൻ തിരുമേനിയെ കൊണ്ടുവന്നു. എബ്രഹാം ജോസഫ് അച്ഛൻ എന്നാണ് ഈ അച്ഛന്റെ പേര്. ഇയാൾ ബിയറടിക്കും. അരമനയിലെ താമസിച്ചുകൊണ്ടിരുന്നും ബിയറടിക്കും. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്റെ ഷർട്ടെല്ലാം വലിച്ചു കീറി. കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിങ്ങനെ സൈഡ് മാറി, വണ്ടിയിൽ കയറിയില്ല, സൈഡ് മാറി നിൽക്കുക. തോമസ് അച്ഛൻ എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞു തിരുമേനിയും കൊണ്ട് പോവില്ലേ. ഞാൻ സൈഡ് മാറിയില്ല, തിരുമേനിയും കൊണ്ട് പോവില്ലേ. പോകുന്ന സമയത്ത് എനിക്ക് ഷർട്ടൊക്കെ കൊണ്ട് തന്നു. ഞാനത് ഇട്ടു. ഇത് കേസായി. മലാട് അതായത് ബോരിവലി പോർട്ട് കേസായി. ഒരു 4 വർഷം ഞാൻ ഈ കേസ് കൊണ്ട് നടന്നു. പക്ഷെ ഞാൻ ഒരു ദിവസവും ഇതായിട്ടില്ല. ലാസ്റ്റ് എന്നെ വിളിച്ചു. അപ്പം ഈ ബോംബെ ഭദ്രാസനത്തിൽ നിന്ന് സാമെന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു, പിന്നെ സുനിലെന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുപോയി.
കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ അച്ഛന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ഇത് ഇടപെടുന്നേ? ഈ അച്ഛനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അച്ഛനെ അറിയാം, ഭദ്രത സെക്രട്ടറി ആയിട്ടുള്ള അറിയാം. ഞാൻ പറയാൻ പറ്റുമോ ഇതൊക്കെയാണെന്ന്? മലയാടി പള്ളി മൊത്തം തകർത്തി എബ്ര ജോസഫ് അച്ഛൻ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ അരമന വിട്ടിട്ട് ഈ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. പിന്നെ അരമന മേടിക്കുന്ന അരികളാ ഓരോ പെണ്ണുങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത്. അരമന മേടിക്കുന്ന അരി ഇതൊന്നും തിരുമേനിക്ക് അറിയത്തില്ല. നമ്മുടെ കാലം ചെയ്ത തിരുമേനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബോംബെ എയർപോർട്ടിൽ നിന്ന് വാശി അരമനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി കാലം ചെയ്തു. കാലം ചെയ്തെന്നേ പറയാൻ പറ്റൂ. കാലം ചെയ്തു എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവരെ പഠിപ്പിക്കുന്ന തന്നെ ഉണ്ടല്ലോ, കോട്ടയം ഈ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാനൊന്നും അല്ല അവിടെ. പഠിപ്പിക്കാനോ ആദ്യം ചെല്ലുമ്പോഴേ എത്ര പേര് പോയിട്ടുണ്ടെന്നറിയാം. എനിക്കറിയാവുന്ന വ്യക്തികൾ അവർ വേറെ ഇപ്പം നല്ല ലണ്ടനിലും മിണ്ടലൊക്കെ നല്ല ജോലിയായിട്ട് ഡോക്ടർമാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഇവന്മാരെ എല്ലാം അടിച്ചോടിക്കണം. ഞാൻ റിലയൻസ് അംബാനിയുടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇലക്ട്രീഷ്യനാ, ഡ്രൈവറുവാ. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോകും കേട്ടോ, പള്ളിയിൽ പോകും. അന്നപ്പം ഇതുപോലെ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അച്ഛനാ, ജോസഫ് അച്ഛൻ എന്ന് പറയും. എടാ തിരുമേനയുടെ ഡ്രൈവർ ഇല്ല, ബാബു ഗൾഫിൽ ബഹറിലാ വന്നത്. ഒരു അച്ഛനും ഒരു കപ്പിയാരായിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. ബോംബെ അരമനയെന്നാണ് വിടുന്നത്. ബഹ്റൻ ബോംബെ അരമനയുടെയാ. അപ്പം അങ്ങനെ വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ റിലയൻസിൽ ഇതുപോലെ പനവേൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പാതളങ്ക എന്ന് പറയും. അത് നൂലുണ്ടാക്കുന്ന, വിമലിന്റെ നൂലുണ്ടാക്കുന്ന കമ്പനിയിൽ. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുമ്പോൾ എന്നോട് പറയടാ ഇതുപോലെ തിരുമേനിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനിയുടെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ എടാ അത് കിമ്പിളൊക്കെ കിട്ടും ചെല്ലുന്നിടത്തൊക്കെ. എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാം, കവർ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. ഇപ്പൊ തിരുമേനി ഒരു പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് കൊണ്ടുപോയാലും, അപ്പോൾ ഒരു മാമോദിസയ്ക്ക് ഒരു വലിയവന്റെ വീട്ടിൽ കൊണ്ടുപോയാലും, പിന്നെ കല്യാണത്തിന് കൊണ്ടുപോയാലും ഒക്കെ കവർ ഒരു 500, അന്നത്തെ ഒരു 200, 300 ഒക്കെ ഉള്ള ഇതിൽ എനിക്ക് കിട്ടുമായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഭക്ഷണവും അരമന തന്നെയായിരുന്നു. താമസം ഞാൻ പുറത്തായിരുന്നു. അരമനയിൽ ഒരു കപ്പ്യാരുണ്ടായിരുന്നു. ഈ അരമനെ കൊണ്ടുവന്ന് വേണ്ടാത്ത രീതിയിൽ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇതെന്തോടെ ഒരു പെണ്ണിനെ കപ്പ്യാര് ജിജി എന്ന് അവന്റെ പേര് ഏഴ്സ് പിടിച്ച് ചത്തുപോയി. കോട്ടയംകാരനാ. ഏഴ്സ് പിടിച്ച് ചത്തുപോയി. ഒരു നേഴ്സായിരുന്നു. ഒരു സ്നേഹിച്ചൊക്കെ കല്യാണമൊക്കെ നടത്തി കൊടുത്തു. പക്ഷെ ഇവന് ഇവിടെ വെച്ച് ഇവന് ഇവള് ഡ്യൂട്ടിക്ക് പോകുമ്പം വേറൊരു അവിടെ പള്ളി വരുന്ന ഒരാളുമായിട്ട് ഈ ബോംബെയിൽ ഉണ്ടല്ലോ സാറേ ചുമന്ന തെരുവ്, അവിടെ പോയി രണ്ടും തീർന്നെന്നാണ് എനിക്ക് തോന്നി. ഇവൻ നാട്ടിൽ മരിച്ചെന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഈ അരമനെ കപ്പ്യാരായിരുന്നു. ബോംബെ ഭദ്രാസനത്തിന്റെ അരമനെ കപ്പ്യാരായിരുന്നു ജിജി. പിന്നെ ഷാജി എന്ന് പറഞ്ഞ കൂത്താട്ടോളംകാരനാ. അതായത് അടുക്കള മേയ്ക്കുന്ന ഒരാളായിരുന്നു. അടുക്കള എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ വെച്ചിരുന്നു. ഞാനും അവന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കുറെ പേര് ഇവരുടെ കൂട്ടത്തിലുണ്ട്. കൈപ്പൂട്ട് പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പെരുന്നാൾ സമയത്ത് കൈപ്പൂട്ട് പള്ളി. അപ്പം ഞാനും ചെന്ന് കണ്ടിട്ടുണ്ടാ. നീ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാനിപ്പം അബുദാബിയില്ല. നീ വാശിയിലോട്ടൊക്കെ എന്നാ വരുന്നത്? ഞാനിനി വാശിയിലോട്ടൊന്നും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ശരി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിനകത്തിട്ട് തിരുമേനിയുടെ കൈ കൊണ്ട് ഞാൻ മടക്കി, കൊച്ചു തിരുമേനിയുടെ കൈ കൊണ്ട് മടക്കി. ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ശരിയടാ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഇത്രേ പറഞ്ഞുള്ളൂ. തോമസ് വർഗീസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അത് ഡോംപുലി പള്ളിയിലായിരുന്നു. ഇവിടെയും പള്ളി പ്രശ്നമായിരുന്നു. അതായത് ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗൾഫുകാരുടെ ഭാര്യമാരെയും ജോലി പോകുന്ന അവരെയാണ് ഇവർ നോട്ടം. ഈ അച്ഛന്മാർക്ക് നോട്ടം. ഇത് ഞാൻ കുറെ കണ്ടതാ. പിന്നെ അരമനെ കൊണ്ടിരുന്ന അരി കൊണ്ടു കൊടുക്കും. അച്ഛൻ എൻ്റെ കൂടെ വരും കൊണ്ടുപോകും. ടി.യു. തോമസ് അരമനയിലെ അരി മേടിച്ചോട് പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പം ഞാൻ അത് വാശി തന്നെ അരമനയിൽ കൊണ്ടു കൊടുക്കും. പൈസ ഉള്ളതുകൊണ്ട് പിന്നെ മേടിച്ചും കൊണ്ടു കൊടുക്കുവേ. പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു കൊടുക്കും. അപ്പം എന്നോട് പറയും, ഞാനൊരു അരമണിക്കൂറിൽ വരല്ലേ, പോയിട്ട് വാ, എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വാ. അപ്പം ഞാൻ അവിടെ തന്നെ ആ വണ്ടി തന്നെ AC ഉണ്ട്. ആർമത്തെ എന്ന് പറഞ്ഞാൽ പനവേലിൽ നിന്ന് എടുത്ത പുത്തൻ വണ്ടിയാണ് ഞാൻ ഓടിച്ചു. അന്ന് ഹോണ്ടസ പഴയ ഹോണ്ടസ ഉണ്ട്. അത് വലിയ തിരുമേനിക്ക, അതായത് ഫിലിപ്പോസ് മാർ തിയോഫിലോസ്, ആ തിരുമേനിയുടെയാണ് ഹോണ്ടസ, ബോംബെ ബജാജിന്റെ. പിന്നെ ആർമയുടെ അടുത്ത് ഇപ്പൊ ഏത് വണ്ടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏറ്റവും വലിയ കോഴി എന്ന് പറഞ്ഞാൽ പുള്ളി എന്തോന്നറിയാം, സത്യമായിട്ട് ഞാൻ പറയാ, എന്റെ പുണ്യാളത്തിന് സത്യമായിട്ട് എന്റെ 2 മക്കളെ എന്തോന്നറിയോ, ബിവറേജ് ഒരു പാന്റും ചെറിയൊരു ഷർട്ട്, ഇങ്ങനെ ഇറക്കമുള്ള ഒരു ഷർട്ട് ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരും. ആ ബിവറേജിൽ പോകും. അവിടുത്തെ ബാഷി ബിവറേജ് ഉണ്ട്. അവിടെ പോയിട്ട് മേടിച്ച് 2 ഒരെണ്ണം പോക്കറ്റ് വെക്കും. ബീര കഴിക്കൂ. വീട്ടിൽ എന്തോ കഴിക്കാൻ ഒരെണ്ണം പോക്കറ്റ് വെക്കും. എന്നിട്ട് ഈ നമ്മൾ നടന്നു വരുമ്പോഴേ 7-Up പെപ്സിയൊക്കെ കുടിക്കുന്ന പോലെ പൊട്ടിക്കും, കഴിക്കും. ഇങ്ങനെ കഴിച്ചോണ്ട് വരും. എന്നിട്ട് ആരെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് മറക്കും. ഇങ്ങനെ മറച്ചു വെച്ചിട്ട് നടക്കുക. അപ്പോൾ അരമനെ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ നടന്നിട്ട് വരട്ടെ. ആ പെണ്ണുമ്പള്ള ടീച്ചറായിരുന്നു. അരമനെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. മലയാളി പള്ളി തകർത്ത ഈ പുള്ളിയാ. അതുപോലെ തിരുമേനിക്ക് ഓതി കൊടുക്കുന്നതും ഈ പുള്ളിയാ. ഗോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുർബാനയ്ക്ക് പോയതാ ഈ അച്ഛൻ. ഞാനിവിടാ പോയത്. എന്നെ കൊണ്ട് ഈ അച്ഛനെ വിട്ടിട്ട് എന്നെ കൊണ്ട് വേറൊരു വീട്ടിലാക്കി, ഒരു ബാച്ചിലേഴ്സ് താമസിക്കുന്ന വീട്ടിലാക്കി.
പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് പോരുന്നത്. ഞങ്ങൾ വണ്ടിയും കൊണ്ട് പിറ്റേ ദിവസം. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് 9 മണിക്കായിരുന്നു. ഇവിടുന്ന് അങ്ങ് ചെല്ലണ്ടേ, വാശിന്ന് അങ്ങ് ചെല്ലണ്ടേ. അന്ന് തിരുമേനി അവിടെ ഇല്ല, തിരുമേനി ടൂറില്ല. 2 തിരുമേനിമാരും ടൂറില്ല. മറ്റേ തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിൽ പെട്ടതാ. വലിയ തിരുമേനി അങ്കമാലി. ആ പള്ളി പൂട്ടിയൊക്കെ കിടക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ നിൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പാർട്ടിയാർ ജീസും ഓർത്തഡോക്സുകാരും തമ്മിൽ പ്രശ്നം നടക്കും. അങ്കമാലി ഭദ്രാസനത്തിൽ പെട്ടതാണ്. അങ്കമാലിയും ബോംബെ ഭദ്രാസനത്തിൽ പെട്ടതാ ഫിലിപ്പോസ് മാർ തിയോഫിലോസ്. കാലം ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ തീർത്തുമായിട്ടും പറയും, ഇവരെയൊന്നും ഞാനിനി അംഗീകരിക്കത്തില്ല. കാതോലിക്ക പിരിവിന് കാതൊലിച്ച് തരുമെന്ന് ഞാൻ പറയും, ഉറപ്പാ. അലമനെ കൊണ്ടുവന്ന തിരുമേനിമാരൊന്നും അല്ല, ദൈവത്തിനാണ് സത്യം. കപ്പിയാർ ഞാൻ കണ്ടിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ പറഞ്ഞു ശരിയല്ലത്. അവൻ്റെ വീട് ഞാൻ പറയാം എവിടെയാണെന്നറിയോ? മണർകാട് പള്ളിയൊക്കെ അടുത്താ. ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം പോയായിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്ത് ഇതുപോലെ പോയ സമയത്ത് എന്നോട് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഏതാണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി തരും, കൊണ്ടുപോകണം. ചെറിയൊരു വീടാ, 2 ആമ്പുകളാ. ഇവനാ മൂത്തത്, ഇളയതൊരു ചെറുക്കനുമുണ്ട്. അവൻ പഠിക്കുവാണ്ട് 9ാം ക്ലാസ്സിലും കണ്ടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പോയി മേടിച്ചോണ്ട് വന്നു. എനിക്കും ഉള്ളത് പറഞ്ഞ് ഇതിനകത്തുണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ ഓക്കെ, ഞാൻ അവൻ്റെ നിന്ന് മേടിച്ചോളാന്ന് പറഞ്ഞു. മണർകാട് പള്ളിയിൽ ഇച്ചിരൂടെ പോകണം. ഞാനന്ന് ഇതുണ്ട് 2 വീലറാ പോയി സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് നാട്ടിൽ വിട്ടു. നാട്ടിൽ ചെന്നപ്പം ഒരു രക്ഷയില്ല. നാട്ടിൽ കിടന്നാ മരിച്ചത്. ഇവിടെ നല്ല മരിച്ച്. ചേട്ടാ ജോലിയും കിട്ടിയായിരുന്നു. അതായത് കാതലിക് സിറിയൻ ബാങ്ക് ഉണ്ടായിരുന്നു വാശി അരമനയുടെ തൊട്ടിപ്പുറത്ത്. അത് പള്ളിയാണ്. ഈ കാതലിക് സിറിയൻ ബാങ്ക് ഇത് സ്ഥലം കൊടുത്തതും ആ ഷെഡ് ശരിയാക്കുക. വാശി അരമന ആരോട് ചോദിച്ചാലും മതി. കാതലിക് സിറിയൻ ബാങ്ക് എന്ന് എൻ്റെയൊക്കെ അക്കൗണ്ട് അവിടെ ആയിരുന്നു. അക്കൗണ്ടിലെ പൈസ വരത്തുള്ളൂ. അപ്പം ഇവൻ അവിടെ ജോലിയും കിട്ടി. ഈ കപ്പിയാരെന്നുള്ള ഇതിൽ അന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇല്ല, എനിക്ക് തന്നില്ല. നീ നിന്നെ ഞാൻ എവിടെയെങ്കിലും വിട്ടോളാം കൊച്ചി തിരുമേനി പറഞ്ഞു. അപ്പം ഇവനവിടെ ജോലി കിട്ടി. ഒരു 3 മാസം കഴിഞ്ഞപ്പം ഇവന് മറാഠി, അവിടുത്തെ എനിക്കറിയാം മറാഠി, പക്ഷേ ഇവന് മറാഠി അറിയത്തില്ല. ബോംബെ മറാഠി അറിയാം. ബാങ്കിൽ നിൽക്കുന്നവർ വരുമ്പം മറാഠി കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോഴേ ഈ NS ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കോഴിയാണ്. അവിടെ ഒരു മറാഠിക്കാരത്തിയെ വെച്ചായിരുന്നു. ഇവരെ വീട്ടിലാണ് ഇവനെ പഠിപ്പിക്കാൻ വിട്ടത്. എനിക്കറിയാം മറാഠി. ഞാനെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ റിലയൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു വാശി തന്നെ താമസിച്ചുണ്ട്. വാശി സെക്ടർ 10ലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവനെ വിട്ടു. അത് കഴിഞ്ഞ് ഇവർ ഇടയ്ക്ക് പോകുമായിരുന്നു. അവിടെ ഒരു അച്ചാനുണ്ടായിരുന്നു, ഇടയ്ക്ക് പോകുമായിരുന്നു. കല്യാണവും കഴിച്ചു ഒക്കെ തിരിച്ചു വന്നപ്പം ഇവൻ ആരെ അങ്ങ് ശോഷിക്കുക. അവന് ശരീരമൊക്കെ നല്ലൊരു ഇതായിരുന്നു. കപ്പിയാരല്ലേ. ഞാനും മധുവയ്ക്കകത്ത് മധുവയ്ക്കകത്ത് ഈ തിരുമേനയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അംശവടിയും മറ്റേ കുന്തവും കുറച്ചൊക്കെ ഞാൻ എടുത്തോണ്ട് കൊടുക്കുന്നത്. ചെമ്മാച്ചനും ഉണ്ട്. അപ്പോൾ വണ്ടിയെ ഞാൻ എടുത്തു കൊടുക്കും. ഞാൻ ചിലപ്പോൾ കയറാറില്ല, ചിലപ്പോൾ ഞാൻ വെളി നിൽക്കും. ഇടയ്ക്ക് കയറും. ദാദർപള്ളിയിലൊക്കെ ഞാൻ കയറുമായിരുന്നു. അപ്പം അങ്ങനെ ഇവന് ഇതുപോലെ ഞാൻ ആദ്യം പോകുന്നത് നൈജീരിയയിലാണ്. ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് വാശി അരമനയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുപോലെ പുറത്ത് ഇതുപോലെ നമ്മുടെ ഒരു മോൻസി എന്ന് പറഞ്ഞ ആറന്മുളക്കാരനുണ്ടായിരുന്നു. ഈ പള്ളിയല്ല, മർത്തോമക്കാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. പുള്ളിയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ പോവാം. സെൻറ്റ് മേരീസ് സ്കൂളിലെ ഡ്രൈവറായിട്ടെന്ന് പറഞ്ഞാൽ തിരുമേനി ഡ്രൈവറായിട്ട് ഇവർ വെക്കുന്നത്, അല്ലാതെ അരമന ഡ്രൈവറൊന്നും വെക്കത്തില്ല. അപ്പം ഇവരുടെ 8 പ്രാവശ്യം ഞാൻ വണ്ടി ബോംബെയിൽ നിന്ന് ഓടിച്ച് കേരളത്തിൽ കൊണ്ടുവന്നു. കാര്യം തിരിച്ചു അതുപോലെ ഇവരുടെ ലീവ് കഴിയുമ്പോൾ ഞാൻ അതുപോലെ പോകുന്നത്. അവരെനിക്ക് അതിൻ്റെ പൈസയും തരും, ചിലവും എല്ലാ കാര്യങ്ങളും തരും. അപ്പം ഞാൻ 9 പ്രാവശ്യം പറഞ്ഞു. അപ്പം തിരുമേനി പറഞ്ഞു, നീ 9 പ്രാവശ്യം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി നീ എന്നാ വരുന്നേ? ഞാൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. അത് പറ്റത്തില്ല, അല്ലെ ഡ്രൈവറെ കൊണ്ട് തന്നിട്ട് പോകും, നിന്നെ പോലുള്ള ആളെ കൊണ്ട് തന്നിട്ട് പോകും, ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങാരോട് പറഞ്ഞാൽ വരാനൊക്കത്തില്ല. എടാ നീ അന്ന് വിട്, ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ വിട്ടോളാം. എന്തായാലും നീ അല്ല ഞാൻ വേറെ ആരും വിളിച്ചോണ്ട് പറഞ്ഞാൽ ഈ വിശ്വാസമില്ല. ഇവർ ഫാമിലി ആയിട്ടാണ് വരുന്നത്. ബോംബെ ഭദ്രാസനത്തിൽ ഇതുപോലത്തെ എത്ര കോഴിക്കാരന്മാരെ അറിയാം? എനിക്കൊരു 11 പേരെങ്കിലും അറിയാം. ഭദ്രാസനത്തിൽ ഈ അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡ്രൈവറും കപ്പിയാരും എല്ലാം അവിടെ കാണണമല്ലോ. അയ്യോ എന്തുവാ അവിടെ കാണിച്ചു കൂട്ടുന്നേ എൻ്റെ പൊന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത്രയും ആസ്തി ഇല്ല. ഇവര് ജനങ്ങളുടെ പൈസ കൊണ്ട് ഇവർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ. പിന്നെ പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മുതലാളി ഉണ്ടായിരുന്നു, ഒരു വക്കീലുണ്ടായിരുന്നു, പിന്നെ നാഷണൽ സണ്ണി എന്ന് പറഞ്ഞ ഒരു ബിൽഡറാണ്, വാശി അരമനയിലുള്ളതാ. പുള്ളിക്ക് എറണാകുളത്തും ബിൽഡറേഴ്സും ഒക്കെ ഉണ്ട്. പുള്ളി ഇഷ്ടംപോലെ സഹായിക്കുമായിരുന്നു ആ സമയത്ത്, പള്ളിക്ക് വേണ്ടി, എനിക്കല്ല പള്ളിക്ക് വേണ്ടി. തിരുമേനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം, കൊച്ചി തിരുമേനി ഭയങ്കര. അവരൊക്കെയാണ് ഈ പള്ളി അവിടെ ഈ ചെയർ പിടിച്ച് കിടന്ന സ്ഥലമാണ്, ചെയർ അതായത് പുതച്ചിൽ കിടന്ന സ്ഥലമാണ്. അവരൊക്കെയാണ് അത് ഉണ്ടാക്കിയത്. അത് അവിടെ എല്ലാവരും പറയുന്നുണ്ട്. ചില ഈ പള്ളിയുടെ ഈ ആനിവേഴ്സറിക്കും ഒക്കെ പറയുന്നുണ്ട്. ഇവരാണിതെല്ലാം വലിയ തിരുമേനിയെ കൊണ്ടുവന്നു. വലിയ തിരുമേനി എന്ന് പറഞ്ഞ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് കൊണ്ടുവന്നത്, കാണിച്ചു കൊടുത്തതും ഒക്കെ. അങ്ങനെയാണ്
അങ്കമാലി ഭദ്രാസനത്തിൽ ബോംബെ ഭദ്രാസനമായത് പിന്നെ നഗറിലും ഇത് തന്നെയാണ്, ഈ ഭദ്രാസനം തന്നെയാണ്. ഞാൻ അരമന വിട്ട് കഴിഞ്ഞെനിക്ക് പിന്നെ ഒരു പ്രാവശ്യം ഉള്ളു ഞാൻ ബോംബെ പോയി. അന്ന് കൊച്ചിരുമേനെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഈ അച്ഛന്മാർ എങ്ങോട്ട് പോയത്, ഇവർ 3 വർഷമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ പൈസക്കാരുടെ പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇവന്മാർ കൂടുതലും കറങ്ങുന്നത്, അല്ലാതെ പാമ്പ് പിടിച്ചവരുടെ പെണ്ണുമ്പിള്ളയുടെ കൂടെ ഒന്നും കറങ്ങത്തില്ല. പൈസക്കാരെന്ന് പറഞ്ഞാൽ അവർ രാവിലെ ഇറങ്ങും, കാറും 2ഉം 3ഉം കാറും ഒക്കെ ഉള്ള പിള്ളേർ സ്കൂളിൽ പോവും. ആ സമയത്താണ് ഇവന്മാർ ഒരു ഇറക്കമുണ്ട്. അപ്പം ഞാനാ കൊണ്ടുവിടുന്നത്. ചിലയിടത്തൊക്കെ ഞാൻ കൊണ്ടുവിട്ടാൽ ഞാൻ അധികം നേരം ഒന്നും നിൽക്കത്തൊന്നുമില്ല. പൊക്കോ, ഞാൻ ഒരു 10 മിനിറ്റ് വന്നില്ലെങ്കിൽ പൊക്കോ കേട്ടോ. അപ്പം അങ്ങനെ പറയും. അപ്പം അന്ന് ഇതൊന്നും ഇല്ലല്ലോ, ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ആരുടെയിലും ഇല്ല. ലാൽബോളുണ്ട് പള്ളിയിൽ, അത് 24 മണിക്കൂറും ചലിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഈ NS വർഗീസ് അച്ഛനോ ഈ പിന്നെ എബ്രാം ജോസഫ് അച്ഛനോ ഫോൺ സംസാരിച്ച് നമ്മൾ അടുത്തിരുന്നാൽ പോലും കേൾക്കത്തില്ല. ഫോൺ ചെവിക്കകത്തോട്ട് കയറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആരോട് സംസാരിച്ചു, എന്ത് സംസാരിച്ചു, ഒരു കോൾ എനിക്ക് വന്നാൽ പോലും ഞാൻ അന്ന് എൻ്റെ കയ്യിലില്ല ഈ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഒരു കോള് ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് അടുത്ത ഈ പള്ളിയുടെ നമ്പരേ കൊടുത്തിട്ടുള്ളൂ. എടാ നിന്നെ ഞാൻ 9 പ്രാവശ്യം വിളിച്ചു. അതാ ലാൽ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റൂ. അന്നത്തെ കാലത്ത് നിന്ന് ബോംബെ എന്ന് പറഞ്ഞാൽ 1 രൂപ ഇട്ട് വിളിക്കാം, ഏതൊരിടത്ത് പോയി വിളിക്കാം. എന്തെങ്കിലും ആവശ്യം കുറെ ഞാൻ പറഞ്ഞില്ലേ പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂട്ടുകാരെ പുറത്ത് ഞങ്ങൾ 4 പേര് ഒരു വീടെടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അരമന നീ എന്താ താമസിക്കാതെ? ഞാൻ പറഞ്ഞ അരമന എനിക്ക് ഇഷ്ടമല്ല. 15-20 വർഷമെങ്കിലും കാണും ഞാൻ അവിടെ വിട്ടിട്ട്. കാര്യം എനിക്കൊരു അനുഭവം പറ്റി അച്ഛമ്മാറ്റന്റെ ഭാഗത്തു നിന്ന്. ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്, അതുകൊണ്ട് പറഞ്ഞതാ. കൈപ്പെട്ട് മകയിടവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയാ, ഞങ്ങളുടെ അല്ല. കാര്യം നമ്മുടെ വല്യപ്പന്മാരുടെ അന്ന് പിന്നെ നമ്മുടെ വല്യപ്പന്മാരുടെ പേരെന്ന് അന്ന് ഭാസ്കരനെന്നോ പിന്നെ എന്തൊക്കെ ആയിരിക്കും, എനിക്കറിയത്തില്ല. ഭാസ്കരനെന്നോ പിന്നെ കൃഷ്ണനെന്നോ ദാമോദരനൊക്കെ ആയിരിക്കും. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ചമ്മാച്ചൻ അന്ന് ഈ കസാൻ വെച്ച സമയം. അപ്പൊ ഞാൻ ആ പുള്ളി എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന്. അപ്പൊ പരിചയപ്പെട്ടല്ലോ, കോട്ടയത്തു നിന്നാ വന്നത്. പിന്നെ ഫാദറൊക്കെ ആയി വേറെ ദാദർ പള്ളിയിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ജോമോൻ ചമ്മാച്ചൻ. ഇയാൾ എന്ത് ചെയ്യുന്നറിയാം, പുള്ളി കട്ടിലേ കിടന്ന് ഞാൻ ഒരു ചെറിയൊരു ഈ അരമനയിൽ ഇതുണ്ട്, അതായത് കമ്പിളി പോലുള്ളത്. അന്ന് ഈ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഇംഗ്ലണ്ടിലോ ആരാണ്ടൊക്കെ അയച്ചു കൊടുത്ത ഈ സംഭവം ഉണ്ട്. അപ്പോൾ ഓരോന്നെടുക്കാം, കിടന്നിട്ട് അതുപോലെ മടക്കി അങ്ങ് വെച്ചാൽ മതി. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഇയാൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് നമ്മുടെ ആവശ്യമുള്ള ഭാഗത്ത് തൊട്ട് ഞാൻ പറഞ്ഞു, എന്ത് കാണിക്കുന്നത്? ഇങ്ങനെ വെച്ചാൽ എന്തോ കാണിക്കുന്നത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണ് പോയാന്ന്. ഞാൻ ഇറങ്ങി താഴെ, എനിക്കത് മനസ്സിലായി, രോഗം മനസ്സിലായി. എനിക്കറിയാം ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ കട്ടിലെന്ന് വേണം. ഞാൻ പറഞ്ഞു, ചമ്മാച്ചൻ ഇവിടെ കിടന്നു, ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെന്ന് പറയാം. ഞാനൊന്നും അല്ല പള്ളിയിലോട്ട് കയറുന്നതിൻ്റെ ഹാളിൽ പോയി ആ സെമിനാറെ പോയി കിടന്നു. ഞാൻ പോയി കിടന്നു. നേരം വെളുത്തു. അതിൻ്റെ ഇയാൾ എണ്ണിച്ചു പോയേ. ഞാനൊന്ന് വീണതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വീണാ ഞാൻ ചത്തുപോയനെ, ഇനിയും വീണാ ഞാൻ ചിലപ്പോൾ ജീവനോട് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ താഴെ വന്ന് കിടന്നെന്ന് പറഞ്ഞു. പന്തലെയാണ് ഇവർ കാണിക്കുന്നത്. ഈ തിരുമേനി ആയാലും ശരി തന്നെ, ഈമാരെയൊന്നും തിരുമേനി എന്നല്ല തിരുമുമേനി എന്നാ വിളിക്കണ്ടേ. നമ്മളെ തിരുമുമേനി നമ്മാരെയൊക്കെ വിളിക്കണ്ടേ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇത് നമ്മൾ അറിയാത്തോണ്ടായിരിക്കും. ചില അച്ഛന്മാരൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. അതായത് കുടുംബത്തിൽ പിറന്ന അച്ഛന്മാർ, അവര് അത് നമ്മളെ നല്ല കാര്യമാണ്. അവിടെ ചെന്നാലും പിന്നെ ഉണ്ടായിരുന്നു ഫാദർ വർഗീസ് എന്ന് പറഞ്ഞ ഇവിടെ ദാദറിലുണ്ടായിരുന്നു. നല്ലൊരു അച്ഛനാ. ആ പുള്ളിയുടെ ചരിത്രമൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാൻ പോകുന്ന സമയത്തും പുള്ളി പറഞ്ഞു, പിന്നെ കുവൈറ്റിലെങ്ങാണ്ട് പോയ സമയത്ത് ഇതുപോലെ പറഞ്ഞു, നീ മധുവൈക്കത്ത് കയറണം. പിന്നെ ആ മധുവൈക്കത്ത് കയറുന്ന എന്തിനാ, ഡ്രൈവറല്ലേ, നീ കയറണം. നിനക്ക് ഞാനേ വരുമ്പോഴേ നിനക്ക് കുപ്പായം തയ്ക്കാനുള്ള ഞാൻ തുണി കൊണ്ടുതരാം. ഓക്കെ, ഇയാൾ വന്നപ്പോഴേ എനിക്ക് കൊണ്ടുതന്നു. ഞാനത് കോട്ടയത്താണ് തയ്പ്പിച്ചേ. കോട്ടയത്ത് ഞാനല്ല തയ്പ്പിച്ച്, ഈ ജിജി എന്ന് പറഞ്ഞവൻ എനിക്ക് കൊണ്ട് തയ്പ്പിച്ചോട് തന്നത്. അത് കഴിഞ്ഞാൽ മധുവായിലെ ശുശ്രൂഷയൊക്കെ കൊച്ചു തിരുമേനിയാണ് ചെയ്ത്. പിന്നൊന്നുണ്ട്, ഫാദർ KT തോമസ്. അയ്യോ, അതാണ് ദാദർ പള്ളി, താനപ്പള്ളിയിൽ ഇതുപോലൊരു കോഴിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ തിരുമേനി വേറെ എങ്ങോട്ട് ആക്കുമായിരുന്നു, പൂനെയെല്ലാം കണ്ട് കൊണ്ടാക്കി. അവൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെല്ലുക. പകലേ പോകത്തുള്ളൂ ഉമ്മാർ, രാത്രി ഇറങ്ങത്തില്ല. പകല് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരുമേനിയോട് വന്ന് പറഞ്ഞു, ഈ അച്ഛൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വരുന്നത്, പകല് വീട്ടിൽ വരുന്നത്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോൾ അതുപോലെ സൺഡേ സ്കൂളിൻ്റെ കാര്യം പറയുന്ന ചെന്നെന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു സൺഡേ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, അത് അവിടെ പോയി പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പൂനെയിലും കണ്ട് മാറ്റി. ബോംബെ ഭദ്രാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചാണ്, ഗുജറാത്തിലുണ്ട്. പിന്നെ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം താന, ദാദർ, ഡോംബുവലി, പിന്നെ
പനവേല് ഇതെല്ലാം പോകുമ്പോൾ 10 ലക്ഷത്തിൻ്റെ അകത്തുപെട്ട പള്ളികളുണ്ട് അവിടെ എല്ലാ അച്ഛന്മാരും ഉണ്ട്. പിന്നെ ആദ്യമൊന്നും അച്ഛന്മാരില്ലാത്തതുകൊണ്ട് ഈ പനവേൽ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ എബ്രഹാം ജോസഫ് അച്ഛനെ കുർബാനയ്ക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ 2 കാണത്തുള്ളൂ. ഞാൻ തുപ്തേനൊക്കെ വായിച്ച ആളാ. പിന്നെ ദൂക്കുറ്റി വീശുന്നതും ഞാനാ. എവിടെയൊക്കെ പോവും അവരൊക്കെ പോകും. അവർ സിവിൽ ഡ്രസ്സിലേ പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സിവിൽ ഡ്രസ്സിൽ പോകും. അവിടെ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അവരുടെ വണ്ടിയിലൊക്കെ അവർ പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളറിയാം, അരമന നിൽക്കുമ്പോൾ നമുക്കറിയാം കാര്യങ്ങളൊക്കെ. പിന്നെ പണ്ടത്തെ പോലല്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വണ്ടിയും കാറും ഒക്കെ ആയില്ലേ. ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ നാശമാക്കി. കോട്ടയം എങ്ങനെയാക്കിയ, കോട്ടയം ദേവലം എങ്ങനെയാക്കിയോ അതുപോലെ ഓരോ പത്രാസത്തിൽ. പിന്നെ ഞാനൊരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഈ പൈസക്കാരെ ആദ്യം അങ്ങ് പിടിക്കും. പൈസ ഉള്ളവരൊക്കെ അവർക്കറിയാം. അവരുടെ എല്ലാ ചെപ്പടികളിലും ഇവർ നിൽക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൈപ്പൂട്ടുപള്ളി 3 വർഷം ഒരച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലാതായിരിക്കും വരുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വീടായി, കാറായി, ഒന്നും പറയണ്ട. തുമ്പോൺ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതും എനിക്കറിയാവുന്ന ഒരു പെണ്ണാ. ആ പെണ്ണ് സൺഡേ സ്കൂൾ പഠിപ്പിച്ചോണ്ടിരുന്ന. ഇപ്പോഴല്ല, ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ അച്ഛൻ അന്ന് തന്തയിലാടി കാണിക്കല് അവളൊരു ഒരുത്തിനെ ഇഷ്ടപ്പെട്ട് കിട്ടി. അത് അവിടെ ഇഷ്ടമല്ലേ. ഇതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് കണ്ടു. ഇതെനിക്ക് അറിയാവുന്ന ഒരു കുട്ടിയാ. കുട്ടി നടന്നാല് സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്ന. എല്ലാ ഇതിരിക്കും നല്ല രീതിയിൽ. എന്നിട്ട് അച്ഛൻ നീ ഇനി ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കണ്ടെന്ന്. അന്ന് ഞാനും ഉണ്ട് അവിടെ, ദൃസാക്ഷിയാ. അന്ന് എല്ലാവരും പറഞ്ഞു അച്ഛനല്ലേ, ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. പിന്നെ അച്ഛൻ അവിടെ നിന്ന് പോയില്ലെന്ന് എനിക്കറിയത്തില്ല. ഞാനുണ്ട് അവിടെ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ അവർക്ക് ഇഷ്ടം. കൊച്ചു പിള്ളേരെ വടിയിലിരുത്തുക. സത്യം പറഞ്ഞാൽ വചനവും ബൈബിള് വായിക്കും. എനിക്ക് എല്ലാ കാര്യവും ഞാൻ പ്രാർത്ഥിക്കാതെ കിടക്കാറുമില്ല. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് ഇതുപോലെ ഒരാൾ വന്നല്ലോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ കുമ്പസാരിക്ക് തോന്നില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണുമ്പോഴോട് പറഞ്ഞിട്ടുണ്ട് കുമ്പസാരിക്കാൻ പോലെ. അതെന്തിനാ വർഷത്തിൽ കുമ്പസാരിക്കണ്ടേ? കുമ്പസാരിച്ചോ അച്ഛനോടെങ്കിലും കോപ്പിലെ വർത്താനം പറയാമെങ്കിൽ. ഇതുപോലെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ലീവ് കഴിഞ്ഞ് വരുന്നത് അപ്പം കോപ്പിലെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. ഈ വലിയൊരുമേന ഉള്ളപ്പം ബോംബെ ഭദ്രത്തിൻ്റെ അതായത് മൊത്തം അക്കൗണ്ട് നോക്കിക്കൊണ്ട് സാം വർഗീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളിയെ കണ്ടു. ദിനു ഞാൻ പറഞ്ഞപ്പോൾ അത് 3CC ഇല്ല ഞാൻ ജോലി ചെയ്യുന്നത്. നീ എന്ന് വന്നു? ഞാൻ പറഞ്ഞപ്പോൾ വന്നിട്ട് 4 വർഷമായി. അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ജോലി ആയതുകൊണ്ട് ഇങ്ങോട്ടാക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ തന്നെ ഇങ്ങോട്ട്. അപ്പം ഞാൻ മോനെ നിന്നെ കണ്ടല്ലോ, സന്തോഷം. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അന്നും ഈ തിരുമേനിയുടെ കുറ്റം ഞാൻ പറഞ്ഞേ. അവരൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ ചെറിയ ആൾക്കാരല്ലേ. ഇതൊന്നും ശരിയല്ലടാ അന്നും പറഞ്ഞു. ഇത് അന്നേ ഇതുപോലെ സുനിലേട്ടനെ കണ്ടാൽ ഇതുപോലെ ചാനൽ തുടങ്ങാൻ ഞാൻ പറഞ്ഞത് ഒരു 15 വർഷം മുന്നേ. എന്നാൽ ഇവനൊക്കെ ഇപ്പം നേരെ ആയാൽ സത്യമായിട്ട് ഞാൻ ഓർത്തഡോക്സുകാരൻ. ഈ ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത് മൊത്തം പോക്കിത്തരമാണ്. ഉള്ള കാര്യമാണ് മൊത്തം. ഇവന്മാരുടെ ഒരു കാര്യമുണ്ട്. ഇവന്മാരുടെ നീ ശാപം കേൾക്കല്ലേ എന്നൊരൊറ്റ വർത്താനം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ ശപിച്ചാൽ നീ പിന്നെ മുന്നോട്ട് പോകത്തില്ല. ഞാൻ ഒരച്ഛനോട് ഞാൻ ചോദിച്ചു, നിങ്ങളങ്ങ് ശപിക്ക്. നിങ്ങളെന്നാ പറഞ്ഞു, നിങ്ങളങ്ങ് ശപിക്ക്. എന്നെ എങ്ങാണ്ട് പോകാൻ വിളിച്ചു. തിരുമേനയുടെ ഓട്ടം കഴിഞ്ഞാൽ ഈ എയർപോർട്ടിലൊക്കെ തിരുമേനിയെ കൊണ്ടുവിടുമ്പോഴേ വരണമെങ്കിൽ ട്രാഫിക്കാ. ആ സമയത്തും ഉണ്ട്. അന്ന് ഈ വാശി പാലം ഒന്നും ആയിട്ടില്ല. അന്ന് മാൻകൂട് വരെ ഉള്ളൂ ഈ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അങ്ങോട്ടായത് കൊങ്കൺ റെയിൽവേ തുടങ്ങുന്ന പിന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുക, തുടങ്ങിയിട്ടില്ല. ഞാൻ ട്രാഫിക്ക് ലേറ്റ് ആയിപ്പോയി. എനിക്ക് കുർബാന നടത്താം. ഞാൻ ചോദിച്ചു, ഈ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഓട്ടോറിക്ഷ വിളിച്ചു പോയാൽ അല്ലെങ്കിൽ വേറൊരു വണ്ടി വിളിച്ചാൽ കുർബാന നടത്താൻ ഒക്കത്തില്ലേ? തിരുമേനിയുടെ വണ്ടി തന്നെ പോകണോ? അപ്പം തിരുമേനി എന്ത് ചെയ്തു? നീ പതുക്കെ പോകാവൂ കേട്ടോ. എന്നെ കൊണ്ടുവിട്ട പോലെ നീ പോകരുത്. നീ ഒറ്റയ്ക്കുള്ളപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ കൊണ്ട് ഇടിച്ചാന്നേ പറയത്തുള്ളൂ. ഞാനുള്ളപ്പോൾ കുഴപ്പമില്ല എന്നോട് അന്ന് പറഞ്ഞു. അപ്പം ഞാൻ ട്രാഫിക്കുള്ളത് ഞാൻ തിരുമേനിയെ കൊണ്ടുവിടാമെങ്കിൽ ഞാനൊരു 100 എന്ന് പറഞ്ഞ് ഈ വളവും തിരിഞ്ഞ് അന്ന് 3 ട്രാക്കുണ്ട്. ഞാൻ കയറി പോവും. കറക്റ്റ് സമയത്ത് പുള്ളിയെ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ ട്രാഫിക്. അപ്പം തിരുമേനിയോട് പറഞ്ഞു, ഈ കൊച്ചിരുമേനോട് പറഞ്ഞു, നീ സൂക്ഷിച്ചേ പോകാം കേട്ടോ. ഞാൻ പറഞ്ഞു അച്ഛന് കുർബാനുണ്ട്. അത് അച്ഛൻ എങ്ങനെ നോക്കുള്ളൂ, നീ പതുക്കെ പോയാൽ മതി. അതൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. ഈ വർഗീസ് തിരുമേനി എന്ന് പറഞ്ഞാൽ പുള്ളി ഡീസൻ്റ്. പുള്ളിയെ കളഞ്ഞത് തിരിച്ചത് ഈ എബ്രഹാം ജോസഫ് അച്ഛനാ. അരമന എല്ലാവർക്കും അറിയാം. വാശി അരമനയിൽ അതായത് പുള്ളിയുടെ സ്വഭാവം മാറ്റിച്ചത് ഈ എബ്രഹാം ജോസഫ് അച്ഛനാ. മലയാട് പള്ളിയിലെ വികാരി ഇപ്പോഴും പറയുന്നു. ഇന്നല്ല, ഒരു 15 വർഷം മുന്നേ മലയാടുകാരിപ്പോൾ വിളിക്കും. ഇത് അഥവാ കൊടുക്കുവാണെങ്കിൽ മലയാളികൾ വിളിക്കും. കറക്റ്റാണ്. ഇത് ഞാൻ ഈ വലിച്ചുകേരി കാര്യം പറഞ്ഞില്ലല്ലോ. എന്നെ ബോരുവലി കോർട്ട് വിളിച്ചു. ഞാൻ ബോംബെ തന്നെ ജോലി ചെയ്യുന്ന സമയത്താണ്. ഞാൻ വേറെ കമ്പനി കയറി ജോലി ചെയ്ത സമയത്ത് അരമനയൊക്കെ വിട്ട് ജോലി ചെയ്ത സമയത്ത് ഇതുപോലെ ചെന്നപ്പോൾ എൻ്റെ പേര് ആരാണ്ട് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ അരമനയിൽ തന്നെ പറഞ്ഞു, എടാ നിൻ്റെ പേര് കേസുണ്ട്, അത് മായ്ച്ചു കളയാൻ നിനക്കെങ്ങും പാനൊക്കത്തില്ല. അപ്പം ഞങ്ങൾ ഈ സാമും ഞാനും ഈ ഇപ്പൊ എഴുത്ത് പിടിച്ച് മരിച്ചുപോയി ജിജിയും കൂടെ എന്നെ വിട്ടെ. മുഹബദ്രസനാ വിട്ടെ. ഞങ്ങൾ
വണ്ടി കമ്പനി ഈ ഭദ്രാസനത്തിന്റെ വണ്ടിയുടെ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അത് തന്നെ വിട്ട് ഞാനാ ഓടിച്ചേ. ചെന്നു, ഈ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, അപ്പോൾ എന്നെ വന്നു, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞ് അപ്പോൾ പുള്ളി പറഞ്ഞു കേസില്ലെന്ന് പറഞ്ഞ് പുള്ളി എഴുതി കൊടുത്തു. തിരിച്ചു വന്ന് ഇറങ്ങി വന്നപ്പോഴാണ് പറയുന്നത്, എടോ ഇയാളൊരു ചെറുപ്പക്കാരനല്ലേ, എന്തിനാ ഉമ്മാരോടെ നിൽക്കുന്നത്? അപ്പം ഞാൻ ഒന്നും മിണ്ടാനൊക്കെ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, ഞാൻ അരമനെ ജോലി ചെയ്തു, ഞാൻ അങ്ങനെ ഇപ്പം വേറെ ജോലി ചെയ്യുന്നു, അതല്ല അന്ന് ചെയ്ത ഇല്ല ഈ കേസ് വന്നത്. ഞാൻ പറഞ്ഞു സോറി അച്ഛാ, ശരി ഇത് കേൾക്കാനാണ് ഞാൻ വിളിച്ചത്, ഒരു കേസ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, പൊക്കോ, മേലാൽ ഈ അരമനയെന്ന് സംബന്ധിച്ച് ജോലി ചെയ്തേക്കരുത്, എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അച്ഛാ, താങ്ക് യു. എന്നിട്ട് അയാൾ വിളിച്ചിട്ട് ഞങ്ങളെ 3 പേരെ ചായ കുടിപ്പിച്ച് 2 സമൂസ ഒന്നുണ്ടായിരുന്നു ഒക്കെ വിട്ട് എൻ്റെ കയ്യിൽ എന്നെ 500 രൂപ എടുത്തു തന്നു. 500 രൂപ. കാര്യം എന്താണെന്നറിയോ, പായച്ചത്തും ചെയ്തത് എൻ്റെ ഷർട്ട് വലിച്ചു കീറിയില്ലേ, ഞാനിത് ആദ്യം മേടിച്ചില്ല. അപ്പം എൻ്റെ തറ ഇത് വെച്ചോ, ഞാൻ അന്ന് ഷർട്ട് വലിച്ചു കീറിയ പൈസ ഞാൻ തരും. ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ, ഇല്ല, എൻ്റെ പോക്കറ്റ് ഇട്ട് തന്നു. അന്നത്തെ കാലത്ത് ഇതാണ് ഈമാർ കാണിക്കുന്ന കൂട്ടിന്ന് നമ്മളെ പോലുള്ള പാവം പിടിച്ചവരാ ഈ ഇത് ഇതൊക്കെ അനുഭവിക്കുന്നത്. സ്കൂളുണ്ട്, സ്വത്തുക്കളുണ്ട്, പനമേലുണ്ട്, സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇത് ആരുടെ പേരിലാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പള്ളിയുടെ പേരിലല്ലെന്നാ, പള്ളിയുടെ പേരിലാണോ അതോ ഇനി ഒരു വ്യക്തിയുടെ പേരിലൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. സെന്റ് മേരീസ് സ്കൂൾ എന്നാണ് ആ സ്കൂളിന്റെ പേര്. പിന്നെ അരമന വലിയ തിരുമേനിയുടെ പേരിലാണ് എഴുതിയിട്ടിരിക്കുന്നത്. വലിയ തിരുമേനി മരിച്ചു കാലം ചെയ്ത തിരുമേനിയുടെ ഫിലിപ്പോസ് മാർ തിയോഫിലോസ്. അവിടെ ഫോട്ടോയുണ്ട്, ഇന്നഗ്രേറ്റ് ചെയ്തതും എല്ലാം ഉണ്ട്. ജനങ്ങളുടെ പൈസ കൊണ്ടാ, അല്ലാതെ തിരുമേനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഒന്നും അല്ലത്. ഞാനും ഇത്രയും കുറേ കണ്ട് എനിക്ക് വിളിക്കണം പിന്നെ പറയണോ, ഞാൻ പറഞ്ഞ മൊത്തം സത്യം. ഞാൻ അരമനയിലെ 6 വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അരമന തിരുമേനിയുടെ ഡ്രൈവറായിട്ട് മധുവൈക്കത്തും കയറുന്നവനാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ ഇട്ട കുപ്പായം വീട്ടിൽ എൻ്റെ അലമാരി ഇരിപ്പുണ്ട്. കാര്യം വെള്ള പറയുന്നുണ്ടല്ലോ മണ്ണക്കുഞ്ഞുങ്ങളെന്ന്, അതുപോലെ ഒരാളാ ഞാനും. ഇത് കൊടുക്കുന്നോണ്ട് പേടിയുണ്ടോ? കൊടുക്കുന്നുണ്ട്, ഒരു പേടിയില്ല, എനിക്കൊരു പേടിയില്ല. ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നിടത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ചർച്ച് ഉണ്ട്, അവിടെ ഞാൻ കുരിശ് വരച്ചിട്ട് പോകും. കത്തോലിക്ക പള്ളി. അയ്യോ അതും കണക്കാ, മൊത്തം കോഴികളാണ്. ഈ കന്യാസ്ത്രീകളെ എന്തിനാ വെച്ചിരിക്കുന്നത്? അങ്ങനെ ഇതൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഈ ഓർത്തഡോക്സ് പള്ളിയിലും ഉണ്ട്, പിന്നെ കത്തോലിക്ക പള്ളിയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് കന്യാസ്ത്രീകൾ. കന്യയൊന്നുമല്ല അവര്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.